ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോകുന്ന സൈനിങ്ങുകൾ ഏതൊക്കെയാകും, അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിടും എന്നൊക്കെയാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത്. അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വിദേശ താരങ്ങളായ മിലോസ് ഡ്രിൻസിച്ചും കോമെ പെപ്രയും ക്ലബ്ബ് വിടുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. മാർക്കസ് മെർഗുലാവോ അക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും 19R ഫുട്ബോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ 2 വിദേശ താരങ്ങൾ ക്ലബിനകത്തേക്ക് വരും, അല്ലെങ്കിൽ 2 വിദേശ സൈനിങ്ങുകൾ നടക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഉറപ്പിക്കാൻ സാധിക്കുക എന്നാണ് 19R ഫുട്ബോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റു പൊസിഷനുകളിലേക്ക് വിദേശ താരങ്ങളെ സൈൻ ചെയ്യണോ എന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു സെന്റർ ബാക്ക് വരും, അതായത് ഡ്രിൻസിച്ച് പോവുകയാണ്. ആ പൊസിഷനിലേക്ക് ഒരു വിദേശ സെന്റർ ബാക്കിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെന്റർ ഫോർവേഡിനെ കൊണ്ടുവരാനും ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അത് സെർജിയോ കാസ്റ്റൽ ആയിരിക്കും. സ്പാനിഷ് താരമായ സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്ന് പല മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സൈനിങ്ങുകൾ മാത്രമാണ് ഉറപ്പുള്ളത് എന്നാണ് 19R ഫുട്ബോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി പൊസിഷനുകളിലേക്ക് വിദേശ താരങ്ങളെ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണ പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ലൂണ പോവുകയാണെങ്കിൽ തീർച്ചയായും മധ്യനിരയിലേക്ക് ഒരു മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യേണ്ടി വന്നേക്കും. ചുരുക്കത്തിൽ ഒരു സെന്റർ ബാക്കിനെയും അതുപോലെ തന്നെ സെന്റർ ഫോർവേഡിനെയും മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.